ഹലോ, എന്താ കാണിക്കുന്നത്? എന്ത് വെടിവെക്കാൻ പോന്ന? എന്താ കാര്യം? എന്താ ചെയ്യുന്നത്? തോക്ക്. അത് പിന്നെ കേക്കാന്നോ? തോക്കാന്ന് ഞാൻ പറഞ്ഞൂടാ. മൂഢന്മാരെ, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വന്നാണ് ഞാൻ. എങ്ങനെ? 2 മണിക്കൂർ ഇപ്പോ 2 സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഇപ്പൊ വണ്ട് കുത്തിക്കൊന്നേനെ. ഏത് വണ്ട്? ആ പൂന്തോട്ടത്തിലിരിക്കുന്ന വണ്ട്. എന്റെ പൊന്നു സുഹൃത്തെ, ഇത് ആട്ടുകാരുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന വണ്ടാണിത്. ഡമ്മിയായിരുന്നു. ഞാനിപ്പോ വെടിവെച്ച് തുലച്ച് കളഞ്ഞാണല്ലോ ഇപ്പൊ അതിന്. മനസ്സിലായില്ലേ? ഇല്ല, നിങ്ങൾ ആരാണ്? എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ വേട്ടക്കാരൻ. ഏത് തോട്ടത്തില്? ഏതൻ തോട്ടത്തില് ആപ്പിളിന് കാവൽ നിൽക്കുന്നു. തോക്ക് കണ്ടിട്ട് എന്റെ രൂപം കണ്ടിട്ട് മനസ്സിലാകാത്തത് നിങ്ങൾ കഷ്ടമായിട്ടോ. ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്, മനസ്സിലായില്ലേ? വേട്ടക്കാരനാ? ആ, ഈ കാട്ടിലൊക്കെ പോയിട്ട് മൃഗങ്ങളൊക്കെ പിടിച്ച് മെരുക്കി എടുത്തിട്ട് സർക്കസ് കമ്പനിയിൽ ചില ട്രിക്കുകളൊക്കെ പഠിപ്പിക്കുന്ന വളയം മാഷ്. റിംഗ് മാസ്റ്റർ. ഓ ശരി, എവിടത്തെ പാസ്റ്റർ? ഞാൻ വെടിവെച്ചു കൊള്ളട്ടോ. പാസ്റ്റർ അല്ല, മാസ്റ്റർ. മാസ്റ്റർ ആയാലും കീസ്റ്റർ ആയാലും നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എന്താ കാര്യം? ഇവിടെ എന്താ കാര്യം? ഈ സർക്കസ് കമ്പനിയിലെ മൃഗങ്ങളെ ഞാൻ പുതിയ പുതിയ നമ്പറുകൾ പഠിപ്പിക്കും. അപ്പൊ ഈ സർക്കസ് കമ്പനി കുറെ കൂടി ഉച്ചത്തിലെത്തും, ഉയരത്തിലെത്തും. എന്റെ പൊന്നു സുഹൃത്തെ, ഇത് സർക്കസ് കമ്പനി ഒന്നും അല്ല. കണ്ടില്ലേ, കോമഡി മസാല, ഒരു കോമഡി പ്രോഗ്രാം നടക്കുന്ന ഫ്ലോറാണിത്, അല്ലാതെ പിന്നെ സർക്കസ് കൂടാരൊന്നും അല്ല. ആണോ? പിന്നെ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ വെളിയിൽ ഒരു പുലി കൂടിനകത്തുനിന്ന് വെളിയിൽ ഇറങ്ങിയെന്നതോ? ഏത് പുലി? ഇതിന്റെ കമ്പനിയുടെ പുറത്ത്. അതെ, അടുത്ത സ്കിറ്റിന് വേണ്ടി തയ്യാറാക്കി വെച്ചേക്കുന്നത് അതൊരു ഡമ്മിയാണിത്. അതും ഡമ്മിയായിരുന്നു. എന്റെ 2 മണിക്കൂർ വെറുതെ പോയി. അതെങ്ങനെ? ആ പുലിയെ മെരുക്കാൻ വേണ്ടി ഞാനും പുലിയോടും പൊരിഞ്ഞ മൽപ്പിടുത്തമല്ലായിരുന്നു അവിടെ കിടന്ന്. എന്നിട്ട് വലിച്ചു കയറിയാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അടുത്ത സ്കിറ്റ് എന്ത് ചെയ്യണോ ഇത്? ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ 100% വേട്ടക്കാരനാണോ? ഇല്ല, 25% ഉള്ളൂ. ബാക്കി 75% ഗ്രാഫിക്സ് ആണ്. ആര് വന്നാലും ഇതുപോലെ ചോദ്യം വിഡ്ഢി ചോദ്യമല്ലേ അതൊക്കെ? 100% സ്ഥിരമുള്ളതാ, കുഴപ്പമില്ല. കിട്ടുമ്പോ ഒതുങ്ങി. നിങ്ങൾ ഈ ചിമ്പൻസികളെ ട്രെയിൻ ചെയ്യിക്കൂ? വരൂ, ചിമ്പാൻസികളെ ട്രെയിൻ ചെയ്യിക്കുമെന്ന് വരൂ. ആദ്യം കാട്ടുകുരങ്ങനെ കൊണ്ട് ചെയ്യും. നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തും, ഏതൊക്കെയാണ് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തും. നിങ്ങൾ എല്ലാവരും മാറി. പിന്നെ മാസ്റ്റർ, ഈ മൃഗങ്ങളൊക്കെ മെരുക്കുന്ന പറയുന്നല്ലോ, ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളെ മെരുക്കുന്ന ഞങ്ങൾക്ക് ടെക്നിക്ക് ഒന്ന് പറഞ്ഞാൽ ഉപകാരമായി. മെരുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മൃഗങ്ങളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ആന സ്റ്റൂളിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സർക്കസില് ആന സ്റ്റൂളിൽ നിർത്തുന്നത് ആ ഐറ്റം ഞാനാണ് ഉണ്ടാക്കിയത്. ഞാനാണ് എന്നെ കണ്ടുപിടിച്ചത്. ഞാനാണ് ആനയെ അങ്ങനെ പഠിപ്പിച്ചത്. പറഞ്ഞുതരാം. സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം പറയും. ഇതെന്റെ ചോറാണ്. ഞാനിത് പറഞ്ഞു തന്നു കരുതി. ചോറ് സ്റ്റൂളാണോ ആനയാണോ? ഇവനെ ഇന്ന് വെടിവെച്ചിട്ട് ഞാൻ ഈ പോലീസ് സ്റ്റേഷന്റെ പുറകിൽ പാത്തിരിക്കും കേട്ടോ. അപ്പൊ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആനയെ ആദ്യം കൊണ്ടുവരുന്നു. അപ്പോൾ അത് നല്ല പരിചയമൊന്നും കാണത്തില്ല. പിന്നെ എൻ്റെ പേരൊക്കെ നമ്മൾ മനസ്സിലാക്കി ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ആനയെ കെട്ടുന്നിടത്ത് കുറെ ഉറുമ്പുകളെ കെട്ടിവിടും. ഉറുമ്പുകളെ ഇറക്കി വിടും. ഉറുമ്പുകളെ ഇറക്കി വിടുമ്പോ ഞാൻ കടി കൊണ്ടിട്ട് ഇങ്ങനെ കടി കൊണ്ടിട്ട് ഇങ്ങനെ അസഹിഷ്ണുത പ്രവർത്തിക്കും. അസഹിഷ്ണുത. അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു സ്റ്റൂൾ കൊണ്ട് അതിന്റെ ഫ്രണ്ട് ഇട്ട് കൊടുക്കും. അപ്പൊ സ്റ്റൂൾ കിട്ടുമ്പോൾ നമ്മൾ ആരും ഉറുമ്പിന്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉറുമ്പില്ലാത്ത സ്ഥലത്തേക്ക് മാറി നിൽക്കത്തില്ലേ? അങ്ങനെ ഈ ആന സ്റ്റൂളിന്റെ മണ്ടയ്ക്ക് കയറി നിൽക്കും. ഉറുമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആന സ്റ്റൂളിന്റെ മുകളിൽ കയറി നിൽക്കുക. പിന്നെയും ആന എവിടെയെങ്കിലും കൊണ്ട് കെട്ടിയിടും, ഉറുമ്പിനെ ഇറക്കി വിടും. ആന അസഹിഷ്ണുത പ്രകടിപ്പിക്കും. അങ്ങനെ സ്റ്റൂൾ ഞാൻ ഫ്രണ്ടിൽ കൊണ്ടിടും. ഈ ആന സ്റ്റൂളിൽ കയറി നിൽക്കും. പിന്നെ ഉറുമ്പില്ലാത്തപ്പോഴും ചുമ്മാ സ്റ്റൂൾ കൊണ്ടിട്ടാ ഈ ആന വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ? ഉറുമ്പുണ്ടെന്ന് വിചാരിച്ച് ചാടി സ്റ്റൂളാൽ കയറുന്നു. അങ്ങനെയാണ് ഈ ആന സ്റ്റൂളെ കയറുന്ന വിദ്യ ഉണ്ടായത്. നല്ലതല്ലേ അത്? പിന്നെ ആന അല്ലാതെ നിങ്ങൾ വേട്ടയാടി നാട്ടിലൊക്കെ പോയി വേട്ടയാടിയിട്ടുണ്ടോ? ഏറ്റവും എളുപ്പം പിടിക്കുന്ന മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹമാണ്. അയ്യോ, പിടിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. സത്യം, സിംഹത്തിനെ പിടിക്കാനാണ് ഈസി. സിംഹത്തെ പിടിക്കാം. അതായത് 250 മൈലെണ്ണയും ഒരു അലങ്കരിച്ച കസേര ഉണ്ടെങ്കിൽ സിംഹത്തിനെ പിടിക്കാം. ആദ്യം നമ്മൾ സിംഹമുള്ള കാട്ടിൽ പോകണം. എനിക്കറിയാം സിംഹമുള്ള കാട്. ഗുജറാത്തിലെ ഗീർ വനങ്ങളിലാണ് സിംഹം ഉള്ളത്.
ഇരുന്ന് ഗീർ വണ്ണം അടിക്കാതെ എഴുതിച്ചു പോകും. കറക്റ്റാ. അല്ല ഈ സിംഹം ഗുജറാത്തിലെ ഗീർ വനത്തിലായിരിക്കുന്നു. അല്ല ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. സിംഹമുള്ള കാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് പറയണ്ട. സിംഹമുള്ള കാട്ടിൽ പോയെങ്കിലല്ലേ സിംഹത്തെ പിടിക്കാനും ഇല്ല. അതന്നല്ലേ ഞാനും പറഞ്ഞത്. സിംഹമില്ലാത്ത കാട്ടിൽ പോയാൽ സിംഹത്തിനെ പീച്ചാൻ പറ്റുമോ? പറ്റില്ല. അതാ പറഞ്ഞത്, സിംഹമുള്ള കാട്ടിൽ പോണം. എന്നിട്ട് ഈ സിംഹമുള്ള കാട്ടിന്റെ ഉൾഭാഗത്ത് എന്നിട്ട് ഈ അലങ്കരിച്ച കസേര അവിടെ ഇടണം. എന്നിട്ട് നമ്മൾ മാറി നിൽക്കണം. മാറി നിൽക്കുമ്പോ സിംഹം ആരാണ് കാട്ടിലെ? രാജാവ്. ഈ കസേര സിംഹാസനമാണെന്ന് കരുതി സിംഹം ചാടി കയറി അതിനകത്തിരിക്കും. ഞാൻ അതിനകത്ത് കുരുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ബുദ്ധി ഞാൻ വെടിവെച്ചങ്ങ് ചാവത്തേ ഉള്ളൂ. അപ്പൊ ഈ സിംഹം അങ്ങനെ കയറിയിരിക്കും. ആ കസേര തന്നെ ഞാൻ കുരുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ കുരുക്ക് വീടും സിംഹത്തിനെ പിടിക്കും. ഈസി അല്ലേ? അല്ല പിന്നെ ഈ 250 മൈലെണ്ണ എന്തിനാണെന്ന്? ചില സിംഹങ്ങളൊന്നും ഈ കസേര കയറി ഇരിക്കത്തില്ല. അപ്പൊ എന്നെ കാണും. അത് ഞാൻ ദേഹത്ത് മൊത്തം അങ്ങ് തേച്ചിട്ട് അവിടുന്ന് വഴുതി രക്ഷപ്പെടാൻ വേണ്ടിയാണ് മൈലെണ്ണ. ഓ അത് ശരി. അല്ല നിങ്ങളെ തോക്കിരിക്കല്ലേ, നിങ്ങൾക്ക് വെടിവെച്ചൂടെ? എന്റെ സുഹൃത്തെ, എല്ലാ സന്ദർഭങ്ങളിലും എനിക്ക് തോക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ മിക്കവാറും വേട്ടയ്ക്ക് പോകുമ്പോ തോക്കെടുക്കാൻ മറന്നുപോകും. പൊന്നു സുഹൃത്തെ, അപ്പൊ നിങ്ങൾ തോക്കെടുക്കാതെ പോയി വെടിവെക്കുന്നതിന് എന്ത് ചെയ്യും? ഉണ്ടയെടുക്കും, എറിഞ്ഞു കൊല്ലും. അത് ശരി. വല്ലവന് പുല്ലും ആയുധം. അതും നല്ലതാണ്. ഇതിപ്പം എനിക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി. എന്താണ് നിങ്ങൾ സത്യം പറ, നിങ്ങൾ സിംഹത്തെ പോയിട്ട് പുലിയെ പോയിട്ട് കടുവ, നിങ്ങൾ ഒരു പൂച്ചയെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ ചോദിക്കുന്നത്? അല്ല നിങ്ങൾ സംസാര രീതി കണ്ടിട്ട് ഉണ്ടെടുത്ത് എറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടേ പറഞ്ഞത്. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്. അതെങ്ങനെ അറിയാതെ നിങ്ങൾ സംസാരിക്കട്ടെ അങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഞാനും എന്റെ മക്കളുടെ പുലിയുടെ തോളെ കൈയിട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് വീട്ടില്. ആണോ? അതെങ്ങനെ? എവിടെ വെച്ച്? പമ്പയില്. പമ്പ പുലി ഇറങ്ങിയായിരുന്നാ? അല്ല, പുലി ഇറങ്ങിയതല്ല. പിന്നെ ഞങ്ങള് ശബരിമലയ്ക്ക് പോയപ്പോ പമ്പ സ്റ്റുഡിയോ കയറി പിന്നെ തോളെ കൈയിട്ട് ഫോട്ടോ എടുത്തു. 100 രൂപ എടുത്താൽ അപ്പൊ തന്നെ പ്രിന്റ് അടിച്ചു. 100 രൂപ എടുത്താൽ മതി. ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ഏത് തരത്തിലുള്ള കണ്ടിട്ടാളൊരു പാവം തോന്നുന്നു. എന്റെ ഒരു ഫ്രണ്ട് ജംബോ സർക്കസിലുണ്ട്. അപ്പൊ നിങ്ങളുടെ ബാക്ക് എവിടെയാണ്? ജെമിനി സർക്കസിൽ. ഞാനടുത്തൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് ജംബോ സർക്കസിലുണ്ട്. നിങ്ങൾ അവിടെ കൊണ്ട് ചേർക്കാം. ചേർക്കാം. ഞാൻ LKG പഠിക്കുകയാണ്. അല്ല സുഹൃത്തെ, നിങ്ങളെ അവിടെ സർക്കസ് കമ്പനിയിൽ ചേർക്കാൻ വേറെ ജോലി അവിടെ ജോലി അറേഞ്ച് ചെയ്യാന്നാ പറഞ്ഞത്. താങ്ക് യു സാർ. അപ്പൊ അവിടെ പോയിട്ട് ഈ പുലിയെ ഒക്കെ മെരുക്കിയെടുക്കേണ്ടി വരും. അയ്യോ, അതെന്റെ പണിയാണല്ലോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കോ ഞങ്ങളെ? ഞാനോ? എനിക്ക് പുലിയെ തരുമോ? ഒരു പുലിയെ തരാമോ പ്ലീസ്? പുലി ഇല്ല, പുലിയാണ്. സങ്കല്പിച്ചാൽ മതി. സങ്കല്പിച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പുലിയെ പിടിച്ചിരിക്കുന്നു, നിങ്ങൾ സങ്കല്പിച്ചോളൂ. അത് പറ്റില്ല, കാണിച്ചേ പറ്റത്തുള്ളൂ. വേണ്ട ജോലി, നിനക്ക് എന്താ ഇതൊക്കെ? അങ്ങനെ പറയരുത്. എനിക്ക് പുലി ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ പുലിയെ പിടിക്കുന്ന ആക്ഷൻ കാണിച്ചാൽ മതി. പുലിയെ പിടിക്കുന്നത് എനിക്ക് ജോലി വേണം. ആക്ഷൻ കാണിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാടിന്റെ ഒരു എന്തെങ്കിലും ഒരു ഇത് വേണം. അറ്റ്മോസ്ഫിയർ. മ്യൂസിക് ആയാലും മതിയാ. എനിക്ക് ഒരു ഇത് വേണം. എനിക്ക് ഒരു ഭീകരത തന്നാ. ശരി, ഓക്കെ. മതി. ഇപ്പൊ മനസ്സിലായി ഇയാൾ ഏത് വേട്ടക്കാരനാണെന്ന്, ഏത് തരത്തിലുള്ള വേട്ടക്കാരൻ. ഇപ്പൊ മനസ്സിലായി കേട്ടാ. ഇവിടെ വന്ന് ചുമ്മാ ഇപ്പൊ ഈ കുട്ടികൾ പറഞ്ഞല്ലോ ഗീർവാണം. നീ അല്ലൂടെ ഇപ്പൊ ഇവിടെ വന്ന് ഗീർവാണം അടിച്ചത് മൊത്തം. നാട്ടിൽ പോയി സിംഹത്തെ പിടിക്കുന്ന, കസാര ഇരുത്തുന്ന, ആനയെ മെരിക്കുന്ന, കസാര കയറ്റുന്ന, സ്റ്റൂളെ കയറ്റുന്ന. ഇപ്പൊ മനസ്സിലായി ഓണത്തിന് പുലികളിക്ക് ഇറങ്ങുന്ന വേട്ടക്കാരൻ അല്ലൂടോ താൻ. അത് മനസ്സിലായല്ലോ. എന്നാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അതിനെ പുലിവേട്ടക്കാരനല്ലേ പറയുന്നത്? പുലിവേട്ടക്കാരൻ പറഞ്ഞ പിന്നെ അത് പുലിവേട്ടക്കാരൻ. അതാണ് ഓണത്തിന് ഇറങ്ങുന്ന പുലികളി വേട്ട, അതിനാണ് പറയുന്നത്. ഞാൻ ഈ നാട്ടുകാരനെ വേട്ടക്കാരൻ വിളിച്ചപ്പം അതിപ്പം പുലികളിയിലെ വേട്ടക്കാരൻ എന്നാ. അതാ ഞാൻ വീട്ടിൽ ചെന്ന് പറയട്ടെ, എടി ഞാൻ ഒറിജിനൽ അല്ല, ഓണത്തിനിറങ്ങുന്ന പുലിവേട്ടക്കാരനാന്ന്. അത് ശരി.